കൊച്ചി കപ്പലപകടത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കപ്പൽ ഉടമകളായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയെ ഒന്നാം പ്രതിയാക്കിയാണ് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കേസെടുത്തത്. മത്സ്യത്തൊഴിലാളി നീർക്കുന്നം സ്വദേശി ഷ്യാംജി നൽകിയ പരാതിയെ തുടർന്നാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. കപ്പൽ കമ്പനിയാണ് ഒന്നാം പ്രതി, ഷിപ്പിംഗ് മാസ്റ്റർ രണ്ടാം പ്രതിയും കപ്പൽ ജീവനക്കാർ മൂന്നാം പ്രതിയുമാണ്. മനുഷ്യജീവൻ അപകടമുണ്ടാക്കുന്ന രീതിയിൽ കപ്പൽ കൈകാര്യം ചെയ്തു, മത്സ്യമേഖലയ്ക്കും പരിസ്ഥിതിക്കും ദോഷമുണ്ടാക്കി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് എഫ്ഐആർ. മത്സ്യത്തൊഴിലാളികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടാക്കിയെന്നും എഫ്ഐആറിലുണ്ട്. ഉദാസീനതയോടെ കപ്പൽ കൈകാര്യം ചെയ്തതായി എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കിടയാക്കി, മത്സ്യബന്ധന മേഖലയ്ക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടം വരുത്തിയെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 282, 285, 286, 287, 288, സെക്ഷൻ 3-5 എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സ്ഫോടക വസ്തുക്കൾ, വിഷപദാർത്ഥങ്ങൾ, ജ്വലന വസ്തുക്കൾ എന്നിവ അശ്രദ്ധയോടെ മനുഷ്യനും പരിസ്ഥിതിക്കും അപകടമുണ്ടാക്കുന്ന വിധത്തിൽ കൈകാര്യം ചെയ്യുന്നത് കുറ്റകരമാക്കുന്ന വകുപ്പുകളാണിവ. നേരത്തെ സ്വമേധയാ കേസെടുക്കുന്നത് സംബന്ധിച്ച് പോലീസ് നിയമോപദേശം തേടിയിരുന്നു. അതിനിടെയാണ് പോലീസ് ആസ്ഥാനത്ത് ഇമെയിൽ മുഖേന പരാതി ലഭിക്കുന്നതും തുടർ നടപടികളിലേക്ക് കടന്നതും. പ്രതികൾ വിദേശ പൗരന്മാരാണെന്നതിനാൽ മറ്റ് നടപടികൾക്ക് കേന്ദ്ര അനുമതി ലഭിക്കേണ്ടതായുണ്ട്. MSC എൽസ 3 എന്ന ചരക്ക് കപ്പൽ കൊച്ചിക്ക് സമീപം കപ്പൽച്ചാലിൽ അപകടത്തിൽപ്പെട്ടത് മെയ് 24-നായിരുന്നു. 643 കണ്ടെയ്നറുകളുമായി സഞ്ചരിച്ചിരുന്ന ഈ കപ്പൽ മുങ്ങുകയും അതിലെ കണ്ടെയ്നറുകൾ കേരളത്തിൻ്റെ തീരങ്ങളിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തു. ഈ അപകടം സംസ്ഥാന ദുരന്തമായി സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. തുടർ നടപടികളുടെ ഭാഗമായാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കൈരളി ന്യൂസ്, കൊച്ചി.